കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 ക്ലാസ് 4 മലയാളമായിരുന്നു അല്ലേ? ക്ലാസ് 4ലെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് മലയാളം എക്സാം ആയിരുന്നു. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി അല്ലേ? എല്ലാവരും നല്ലതുപോലെ എഴുതിയില്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പരിചയപ്പെടണം, ആൻസേഴ്സ് നിങ്ങൾക്ക് അറിയണം. എല്ലാവർക്കും ആഗ്രഹമില്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഒന്നാമത്തേത് പ്രവർത്തനം 1 വായിക്കാം എഴുതാം എന്നുള്ളതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എല്ലാവരും 5 ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയില്ലേ? പ്രവേശനോത്സവ ദിവസം തന്നെ എല്ലാ പാഠപുസ്തകങ്ങളും ലഭിച്ച സന്തോഷത്തിലായിരുന്നു അഭി. പുതുപാഠപുസ്തകങ്ങൾ അമ്മയെ കാണിക്കാനുള്ള ആവേശം അടക്കാനാവാതെ അവൻ ധൃതിയിൽ നടക്കാൻ തുടങ്ങി. പാടവും തോടും കടന്നു വേണം വീടെത്താൻ. വെള്ളം കെട്ടി നിൽക്കുന്ന വയലുകൾ, വരമ്പ് പൊതിയുന്ന പണിക്കാർ, ഇരതേടി നടക്കുന്ന കൊറ്റിക്കൂട്ടം, താളമിട്ട് ഞാറ് പറിക്കുന്ന സ്ത്രീകൾ, പടിഞ്ഞാറൻ ചക്രവാളത്തിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. വെളിച്ചം കുറഞ്ഞു വന്നു. ഇടിമിന്നൽ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. പുതുപുസ്തകങ്ങൾ മാറോട് ചേർത്ത് ചേറു പുതഞ്ഞു കിടക്കുന്ന വരമ്പിലൂടെ വഴുതി വീഴാതെ അവൻ ഓടി. അധിക ദൂരം എത്തും മുമ്പ് തുള്ളിക്കൊരു കുടം കണക്കിൽ മഴ പെയ്യാൻ തുടങ്ങി. വീടെത്തുമ്പോഴേക്കും നനയുമെന്നതിനാൽ തൊട്ടടുത്ത് കണ്ട കരിമ്പന ചുവട്ടിൽ അവൻ അഭയം പ്രാപിച്ചു. കാറ്റേറ്റു വരുന്ന മഴത്തുള്ളികളും കാനൽ തുള്ളികളും തൻ്റെ പുസ്തകങ്ങളെ നനയ്ക്കുമെന്നായപ്പോൾ അവൻ പുസ്തക സഞ്ചി വയറിലേക്ക് ചേർത്ത് കുനിഞ്ഞിരുന്നു. അരമണിക്കൂറോളം ശക്തിയായി പെയ്ത മഴ തോർന്നപ്പോൾ അവൻ നിവർന്നു നിന്നു. സഞ്ചി തുറന്നു നോക്കിയപ്പോൾ പുതുപുസ്തകങ്ങളിൽ നനവ് പടർന്നിരിക്കുന്നു. അവൻ്റെ നയനങ്ങളിൽ നിന്ന് 2 ചുടുകണ്ണീർ പുസ്തക ചട്ടയിൽ പതിച്ചു. അപ്പോൾ ഇതായിരുന്നു ഇവിടെ വായിക്കാൻ നൽകിയിട്ടുണ്ടായിരുന്ന ഒരു ചെറിയൊരു ഭാഗം. ഇതിൽ 2 അർത്ഥം കൊടുത്തിട്ടുണ്ട്. പൊതിയുക എന്നാൽ പുല്ലും കളയും മാറ്റി ചേറുകൊണ്ട് വരമ്പ് മൂടുക. കാനൽ തുള്ളി എന്നാൽ മരത്തിൽ നിന്ന് താഴോട്ട് വീഴുന്ന മഴവെള്ളമാണ് കാനൽ തുള്ളി. അപ്പോൾ 2 വാക്കുകളുടെ അർത്ഥവും നൽകിയിട്ടുണ്ട്. ഇനി ചോദിച്ചിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് നോക്കാം. അഭി ധൃതിയിൽ വീട്ടിലേക്ക് നടക്കാനുള്ള കാരണം എന്താണ്? 1 മഴ വന്നതുകൊണ്ട്, 2 പുതിയ പാഠപുസ്തകങ്ങൾ അമ്മയെ കാണിക്കാനുള്ള ആവേശം, 3 വിശപ്പ് മാറ്റാൻ, 4 പുസ്തകം വീട്ടിൽ വച്ച് പാടത്തിറങ്ങുന്നതിന്. എന്തിനായിരുന്നു? പുതിയ പാഠപുസ്തകങ്ങൾ അമ്മയെ കാണിക്കാനുള്ള ആവേശമായിരുന്നു. ശരിയായിട്ട് എഴുതിയോ? യെസ്. ഞാറു പറിക്കുന്നതാര്? ഇതിൽ ഞാറു പറിക്കുന്നു എന്ന് പറഞ്ഞത് ആരെയാണ്? വരമ്പ് പൊതിയുന്ന പണിക്കാർ, ഉടമസ്ഥൻ, സ്ത്രീകൾ, ഇവരാരുമല്ല. ആരായിരുന്നു? സി ആയിരുന്നു, സ്ത്രീകൾ. എഴുതിയല്ലോ, അതും കറക്റ്റായിട്ട് എഴുതിയല്ലോ. യെസ്. 3ാമത്തെ ചോദ്യം, കരിമ്പന ചുവട്ടിലിരുന്ന കുട്ടി തൻ്റെ പുസ്തകങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിച്ചതെങ്ങനെ? പുസ്തക സഞ്ചി വയറിലേക്ക് ചേർത്ത് കുനിഞ്ഞിരുന്ന്, പുസ്തകം മാറോട് ചേർത്ത്, ഇല പറിച്ച് മൂടി വെച്ചുകൊണ്ട്, പണിക്കാരിൽ നിന്നും കവർ വാങ്ങി മൂടി വെച്ചു. എങ്ങനെയായിരുന്നു? പുസ്തക സഞ്ചി വയറിലേക്ക് ചേർത്ത് കുനിഞ്ഞിരുന്നു അല്ലേ? അതായിരുന്നു ഉത്തരം. 4ാമത്തെ ചോദ്യം, തുള്ളിക്കൊരു കുടം എന്ന പ്രയോഗത്തിലൂടെ അർത്ഥമാക്കുന്നത് എന്ത്? ചാറ്റൽ മഴയാണോ? ചെറുമഴയാണോ? വലിയ തുള്ളികളുള്ള ശക്തമായ മഴയാണോ? ഇവയൊന്നുമല്ലേ? ഏതാ? സി, വലിയ തുള്ളികളുള്ള ശക്തമായ മഴയാണ്. ഓക്കെ. 5ാമത്തെ ചോദ്യം, കുട്ടിക്കേറെ സന്തോഷകരമായ ദിവസം തന്നെ സങ്കടകരമായി മാറിയതെങ്ങനെ? കുട്ടി മഴ നനഞ്ഞതിനാൽ, പുതു പാഠപുസ്തകങ്ങൾ മഴ കൊണ്ട് നനഞ്ഞതിനാൽ, നടന്നു പോകുന്ന വരമ്പ് ചേറുകൊണ്ട് പൊതിഞ്ഞതിനാൽ, വീടെത്താൻ വൈകിയതിനാൽ. ഉത്തരം എന്താ? ബി,
പുതു പാഠപുസ്തകങ്ങൾ മഴ കൊണ്ട് നനഞ്ഞതിനാൽ. ഓക്കെ, ഈ 5 ചോദ്യങ്ങളും നിങ്ങൾ ശരിയായിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ടാകും. എല്ലാവർക്കും ശരിയായിരിക്കും. ശരിയല്ലേ? യെസ്. പ്രവർത്തനം 2 പോസ്റ്റർ തയ്യാറാക്കാമായിരുന്നു. എന്തിനെ കുറിച്ചാ? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് വന്യജീവികളുടെ ജീവന് ഭീഷണി സൃഷ്ടിക്കുന്നു. ഈ വിപത്തിനെതിരെ പോസ്റ്റർ തയ്യാറാക്കൂ. ഇവിടെ പത്രത്തിലെ ചില തള്ളക്കെട്ടുകൾ നൽകിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യം അകത്തു ചെന്ന് കാട്ടാന ചെരിഞ്ഞു. വയറ്റിൽ പ്ലാസ്റ്റിക് മാലിന്യം കുടുങ്ങി 5 മാൻകുട്ടികൾ മരണമടഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്യമൃഗങ്ങളുടെ ജീവൻ അപകടത്തിൽ. ഇത് പത്രവാർത്തയുടെ തലക്കെട്ടുകളാണ്. അപ്പോൾ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ എന്ത് ചെയ്യണം? പോസ്റ്റർ തയ്യാറാക്കണം. അതായിരുന്നു. അതിലൊരു ചിത്രം വരയ്ക്കുക. അറിയാമല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ചിത്രം വരയ്ക്കുക, നല്ല കാവ്യാത്മകമുള്ള ഒരു സെന്റൻസ് അങ്ങ് എഴുതുക. എഴുതിയല്ലോ? എല്ലാവരും എഴുതിയല്ലോ? യെസ്. 3-ാമത്തെ പ്രവർത്തനം സംഭാഷണം എഴുതാം. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. മൈന പാടിക്കൊടുത്ത പാട്ടുപാടി നാടാകെ വസന്തം വിരിയിച്ച് കുട്ടനും ലൈലയും വീട്ടിൽ തിരിച്ചെത്തി. അയ്യോ, നമ്മുടെ തത്തക്കുഞ്ഞ്! ചേട്ടാ, ഞാനിതിനെ തുറന്നു വിടുകയാ. ഞാനും അത് വിചാരിച്ചതാ, കുട്ടൻ പറഞ്ഞു. തത്ത മെല്ലെ തല പുറത്തേക്കിട്ട് ചോദിച്ചു, എന്തേ എന്നെ തുറന്നു വിടാൻ? അവർ തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണം എഴുതൂ. അപ്പോൾ തത്ത ചോദിക്കുകയാണ്, എന്തേ എന്നെ തുറന്നു വിടാൻ? അപ്പോൾ എന്തായിരിക്കും ലൈലയും കുട്ടനും പറഞ്ഞിട്ടുണ്ടാവുക? തത്ത എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടാകും? അതാണ് 3-ാമത്തെ പ്രവർത്തനം. തത്ത പറയാണ്, രണ്ടുപേരും നല്ല സന്തോഷത്തിലാണല്ലോ, എന്തു പറ്റി? ലൈല പറയാ, അതെ, ഞങ്ങളിന്നൊരു അത്ഭുത മൈനയെ കണ്ടു. അപ്പോൾ തത്ത ചോദിച്ചിട്ടുണ്ടാവും, എന്താ അത്ഭുതമോ? എന്താണത്? അപ്പോൾ ലൈല പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ഈ കോൺവെർസേഷൻ, ഈ ഒരു സംഭാഷണം എല്ലാവരും നല്ലതുപോലെ എഴുതി. 4-ാമത്തേത് കുറിപ്പെഴുതാം. മഞ്ഞു പെയ്യുന്ന ഹേമന്ത സൗഭകം എൻ്റെ നാടിനെ പുൽകിയ വേളയിൽ എൻ്റെ പനിനീർച്ചെടിയിൽ ഹേമന്തകാലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വർഷകാലമാണല്ലോ. വർഷകാലത്തെ സവിശേഷതകൾ കുറിപ്പ് രൂപത്തിൽ തയ്യാറാക്കൂ. കുറിപ്പെഴുതുക. വർഷകാലം, വർഷകാലം എന്ന് പറഞ്ഞാൽ മഴക്കാലം. മഴക്കാലത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ മഴക്കാലം എങ്ങനെയൊക്കെയായിരുന്നു? പാടമാകെ നിറഞ്ഞു, മുറ്റത്ത് ചെറിയ കുഴികളിൽ വെള്ളം നിറഞ്ഞു, തവളകളുടെ ശബ്ദം, ചീവീടിൻ്റെ ശബ്ദം. അങ്ങനെ എഴുതിയില്ലേ? എല്ലാവരും എഴുതിയില്ലേ? യെസ്. 5-ാമത്തെ പ്രവർത്തനം വാർത്ത തയ്യാറാക്കാം. PN പണിക്കരുടെ ഓർമ്മദിനം വായനാ ദിനമായി ആചരിച്ചല്ലോ. വായനയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളിൽ നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വാർത്ത തയ്യാറാക്കൂ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണ് വായനാ ദിനം ആഘോഷിച്ചത്? അതിനെക്കുറിച്ച് ഒരു വാർത്ത. ആദ്യം ഒരു ഹെഡിങ് വേണം, നിങ്ങളുടെ സ്കൂളിൻ്റെ സ്ഥലം വേണം, എന്താണ് നടന്നതെന്ന് എഴുതുക. PN പണിക്കരുടെ ചരമദിനം പ്രമാണിച്ച് വായനാ ദിനം ആഘോഷിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ബാക്കിയുള്ള കാര്യം, എന്നാണ് ചെയ്തത്, എന്തൊക്കെ നിങ്ങൾ അതിൽ ചെയ്തു, അതൊക്കെ എഴുതണമായിരുന്നു. വാർത്തയും ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. 6-ാമത്തെ ചോദ്യം ആത്മകഥ തയ്യാറാക്കാം. സ്കൂളിൽ ഉച്ചഭക്ഷണം വിളമ്പാൻ തുടങ്ങി. എന്നെ ആർക്കും വേണ്ട. വിതുമ്പൽ കേട്ട് രാമു മൂലയിലേക്ക് എത്തി നോക്കി. അയ്യോ, ഇതെന്തു പറ്റി? അതെ, കഴിഞ്ഞ വർഷം വരെ ഞാനും ഉച്ചക്കിണ്ണമായി സന്തോഷത്തോടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാ. വക്ക് പൊട്ടിയ കിണ്ണം തൻ്റെ വേദനകളും പഴയകാല സന്തോഷങ്ങളും പറയാൻ തുടങ്ങി. രുചിയേറിയ വിഭവങ്ങൾ ഏറ്റുവാങ്ങിയത് കുട്ടികളുടെ സന്തോഷം, തട്ടുമ്പോഴും മുട്ടുമ്പോഴുമുള്ള വേദന, അങ്ങനെ അങ്ങനെ. ഈ ഉച്ചക്കിണ്ണത്തിൻ്റെ ആത്മകഥ എഴുതൂ. ഉച്ചക്കിണ്ണം നേരത്തെ എങ്ങനെയായിരുന്നു? അതിന് കുറച്ച് ക്ലൂസ് ഇവിടെ നൽകിയിട്ടുണ്ട്. രുചിയേറിയ വിഭവങ്ങൾ ഏറ്റുവാങ്ങി, കുട്ടികളുടെ സന്തോഷം, ആ കിണ്ണം വെച്ച് തട്ടുമ്പോഴും മുട്ടുമ്പോഴുമുള്ള വേദന, അപ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന സന്തോഷം, അതൊക്കെ എന്ത് ചെയ്യാം? ആത്മകഥയിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവരും നല്ലതുപോലെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഫുൾ സ്കോർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന്
ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.